ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് തൊട്ടുതാഴെ കണ്ണീർ കണങ്ങളുടെ ആകൃതിയിൽ കിടക്കുന്നതിനാൽ ഇന്ത്യയുടെ കണ്ണുനീർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ശ്രീലങ്കയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ ലിഖിത പരാമർശമുള്ളത് രാമായണത്തിലാണ്. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീലങ്കയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില രസകരമായ വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പച്ചക്കറിക്കാരൻ തൊമ്മി. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ ഹോൾസെയിൽ ആൻഡ് എക്സ്പോർട്ട് എൻക്വയറിക്കായി വിളിക്കൂ, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ. കോൺടാക്ട് നമ്പർ 8848066533. ഇതുപോലെ വീഡിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. അപ്പോൾ തുടങ്ങാം. പോർച്ചുഗീസുകാർ 1505 ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്കയിലെത്തി. അവർ അതിനെ സിലാവോ എന്ന് വിളിച്ചു. ബ്രിട്ടീഷ് കോളനിയായി മാറിയപ്പോൾ ആ പേര് പിന്നീട് മാറ്റി. അവർ അതിനെ പാശ്ചാത്യവൽക്കരിച്ച് സിലോൺ എന്ന പേര് നൽകി. ഈ ദ്വീപ് 1948 സ്വാതന്ത്ര്യം നേടുകയും 1972 വരെ സിലോൺ എന്നായിരുന്നു ഔദ്യോഗിക നാമം. പിന്നീട് ശ്രീലങ്ക എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്നാണ് ഇപ്പോഴത്തെ ഔദ്യോഗിക നാമം. ശ്രീലങ്കയുടെ ചരിത്രം വളരെ വൈവിധ്യപൂർണമാണ്. ദ്വീപിൽ കാണപ്പെടുന്ന നിരവധി മതങ്ങളിൽ വൈവിധ്യം പ്രതിഫലിക്കുന്നു. പ്രധാന മതം ബുദ്ധമതമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എന്നിവരിൽ വലിയൊരു ശതമാനമുണ്ട്. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ രാജ്യം. ഒരു വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. കാരണം ബുദ്ധൻ തന്നെ 3 വ്യത്യസ്ത അവസരങ്ങളിൽ ഈ ദ്വീപിൽ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ശ്രീലങ്കൻ റിപ്പബ്ലിക്കിന്റെ പതാക സിംഹത്തിന്റെ സ്വർണ്ണരൂപത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് സിലോണിന്റെ യഥാർത്ഥ പതാകയുടെ പ്രതീകമായിരുന്നു. അതോറിറ്റിയെ സൂചിപ്പിക്കുന്ന സിംഹം ഒരു വാൾ പിടിക്കുന്നു. ബുദ്ധമതക്കാരെ അംഗീകരിക്കുന്നതിന് 4 പൈപ്പുള്ളിലകൾ, മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പച്ചവര, ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന ഓറഞ്ച് വര എന്നിവ ഉൾപ്പെടെ നിരവധി മതചിഹ്നങ്ങൾ പതാകയിലുണ്ട്. സിംഹള ജനതയുടെ പ്രാതിനിധ്യമാണ് മെറൂൺ പശ്ചാത്തലം. 1978 ഡിസംബർ 17 ഈ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1976 മുതൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല എങ്കിലും വധശിക്ഷ ഇപ്പോഴും ശ്രീലങ്കയിൽ പ്രാബല്യത്തിലുണ്ട്. തൂക്കിക്കൊല്ലലാണ് വധശിക്ഷാ രീതി. ശ്രീലങ്ക എന്ന പേര് സംസ്കൃതമാണ്. പല സ്ഥാപനങ്ങളും ഇപ്പോഴും പേരുകളിൽ സിലോൺ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ 122ാമത്തെ രാജ്യമായിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള തേയില കയറ്റുമതിയുടെ 19% ശ്രീലങ്കയിൽ നിന്നാണ്. വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രചാരമുള്ള സ്ഥലമാണ് സാംസ്കാരിക ത്രികോണം. ചരിത്ര പ്രാധാന്യമുള്ള 3 സിംഹള തലസ്ഥാനങ്ങളായ പോളോണറുവ, അനുരാധപുര, കൗണ്ടി എന്നിവയാണ് അത്. ഗുഹാക്ഷേത്രങ്ങൾ, ബുദ്ധ ആരാധനാലയങ്ങൾ, തലസ്ഥാനങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി നിരവധി ചരിത്ര കാഴ്ചകൾ ഈ പ്രദേശത്തുണ്ട്. ശ്രീലങ്കയിൽ നിന്നുള്ള ആദ്യകാല കയറ്റുമതികളിലൊന്നാണ് ഉയരത്തിൽ വളരുന്ന കോഫി. 1870കളിൽ ഒരു രോഗം ഇവിടുത്തെ മുഴുവൻ കാപ്പിത്തോട്ടങ്ങളെയും തുടച്ചു നീക്കി. ഇത് ചായയിലേക്ക് മാറാൻ ഉടമകളെ നിർബന്ധിതരാക്കി. അങ്ങനെ അവർ ലോകമെമ്പാടും അറിയപ്പെട്ടു. ശ്രീലങ്കയിലെ സാക്ഷരതാ നിരക്ക് ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ചതാണ്. ഇത് 92%. ശ്രീലങ്ക സന്ദർശിക്കുമ്പോൾ ഒരു നല്ല നിയമം ബുദ്ധനെ ബഹുമാനിക്കുക എന്നതാണ്. ബുദ്ധനെ അവഹേളിക്കുന്ന ചിത്രങ്ങൾ എടുത്തതിനും ബുദ്ധന്റെ ചിത്രം പച്ചകുത്തിയതിനും വിനോദസഞ്ചാരികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പല വിനോദസഞ്ചാരികളെയും നാടുകടത്തുകയുമുണ്ടായി. ചരിത്രം കാരണം ഇന്ത്യൻ, ഡച്ച്, പേർഷ്യൻ, അറബ്, ബ്രിട്ടീഷ്, പോർച്ചുഗീസ് സ്വാധീനങ്ങളുടെ രസകരമായ ഒരു മിശ്രിതമാണ് ശ്രീലങ്കയിലെ പാചകരീതി. ലോകത്തിലെ ഏറ്റവും സുഗന്ധമുള്ള ഭക്ഷണമായി ഇത് അംഗീകരിക്കപ്പെടുന്നു. അതേസമയം ഇത് ആരോഗ്യകരവും സുഗന്ധവുമുള്ളവയാണ്. സോക്കറും ക്രിക്കറ്റും ശ്രീലങ്കൻ പൗരന്മാർക്കിടയിൽ കൂടുതൽ പ്രചാരത്തിലുണ്ട് എങ്കിലും ശ്രീലങ്കയിലെ ഔദ്യോഗിക ദേശീയ കായിക വിനോദം വോളിബോൾ ആണ്. ശ്രീലങ്കയുടെ കറൻസി ശ്രീലങ്കൻ രൂപയാണ്. യാത്ര ചെയ്യാൻ വളരെ താങ്ങാനാവുന്ന രാജ്യമാണ് ശ്രീലങ്ക. ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോകേണ്ട സ്ഥലമാണ് ശ്രീലങ്കയുടെ കിഴക്കൻ തീരം. മനോഹരമായ ബീച്ചുകൾ, അതിശയകരമായ സർഫിംഗ്, സ്പോട്ട് ഫിഷിംഗിനും മികച്ച അവസരങ്ങൾ ഇവിടെയുണ്ട്. ദ്വീപിൽ കണ്ടെത്തിയ ആദ്യകാല അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 35,000 വർഷമായി ശ്രീലങ്കയിൽ മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു.
ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഫുട് പ്രിന്റ് ശ്രീലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വീപിലേക്കുള്ള ഒരു യാത്രക്കിടെ ബുദ്ധൻ തന്നെ ഉപേക്ഷിച്ചതാണ് ഇത് എന്നാണ് ബുദ്ധമതക്കാർ വാദിക്കുന്നത്. എന്നാൽ ഏദനിൽ നിന്ന് നാട് കടത്തപ്പെട്ട ശേഷം ആദമാണ് ഈ കാൽപ്പാടുകൾ സൃഷ്ടിച്ചത് എന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഫുട് പ്രിന്റ് പരമശിവന്റേതാണ് എന്നാണ് തമിഴ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. രാമായണത്തിൽ സീതയെ രക്ഷിക്കാൻ ഹനുമാൻ ശ്രീലങ്കയിലേക്ക് പറന്നു വീണപ്പോൾ ഉണ്ടായതാണ് ഈ കാൽപ്പാട് എന്നും വിശ്വാസമുണ്ട്. ശ്രീലങ്കയ്ക്ക് നിരവധി വിളിപ്പേരുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത്, ഇന്ത്യയുടെ കണ്ണുനീർ എന്നിവയാണ്. യഥാർത്ഥ കറുവപ്പട്ട ഉത്ഭവിച്ചത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ നിന്നുള്ള കറുവപ്പട്ടയുടെ അവശിഷ്ടങ്ങൾ 3000 വർഷം പഴക്കമുള്ള ഫ്ലാസ്കിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ കറുവപ്പട്ട വാങ്ങാൻ 3000 മൈൽ യാത്ര ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീലങ്കയിൽ 1960 ജൂലൈയിൽ സിരിമാവോ ബന്ദരനായക ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യൻ നട്ടുവളർത്തിയ വൃക്ഷം ശ്രീലങ്കയിലെ പുരാതന തലസ്ഥാനങ്ങളിലൊന്നായ അനുരാധപുരയിലാണ്. ക്രിസ്തുവിനു മുൻപ് 288 നട്ടുപിടിപ്പിച്ച ഈ വൃക്ഷം ഒരു വിശുദ്ധ അത്തിമരമാണ്. എല്ലാ വർഷവും ഏഷ്യയിലെ ഏറ്റവും വലിയ ആനകളുടെ ഒത്തുചേരലിന്റെ വേദിയാണ് ശ്രീലങ്കയിലെ മിന്നേരിയ നാഷണൽ പാർക്ക്. വരണ്ട കാലാവസ്ഥയിൽ മിന്നേരിയ റിസർവോയർ പ്രയോജനപ്പെടുത്തുന്നതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആനകൾ വരുന്നു. ഒത്തുചേരലിന്റെ ഏറ്റവും ഉയർന്ന സമയത്ത് പാർക്ക്, ജലം എന്നിവ ആസ്വദിക്കുന്ന 300-ലധികം ആനകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്നറിയപ്പെടുന്ന ശ്രീലങ്കയുടെ ജനസംഖ്യ 21 ദശലക്ഷത്തിലധികമാണ്. ലോകമെമ്പാടുമുള്ള പ്രസിദ്ധമായ ലിപ്റ്റൺ ടീയുടെ തുടക്കം ശ്രീലങ്കയിൽ നിന്നാണ്. 1890-ൽ സർ തോമസ് ലിപ്റ്റൺ 5500 ഏക്കർ തേയിലത്തോട്ടം വാങ്ങിയത് മുതലായിരുന്നു അത്. ശ്രീലങ്കയുടെ ദേശീയ പുഷ്പം സസ്യശാസ്ത്രജ്ഞന്മാർക്ക് നിംഫിയ സ്റ്റെല്ലാറ്റ എന്നറിയപ്പെടുന്ന ആമ്പലാണ്. മനോഹരമായ വാട്ടർ ലില്ലി എന്നാണ് ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ചായ, റബ്ബർ, തേങ്ങ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ശ്രീലങ്കയിൽ നിന്നുള്ള പ്രധാന കയറ്റുമതിയാണ് എങ്കിലും ശ്രീലങ്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾക്കായുള്ള അഭിവൃദ്ധി വിപണിയും അവിടെയുണ്ട്. വിവിധ വംശീയ വിഭാഗങ്ങൾക്കുള്ളിലെ വിവാഹങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗവും ദമ്പതികളുടെ കുടുംബാംഗങ്ങളാണ് ക്രമീകരിക്കുന്നത്. എങ്കിലും ദമ്പതികൾ ശ്രീലങ്കയിൽ സ്വന്തം വിവാഹം ക്രമീകരിക്കുന്നത് കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം രാജ്യങ്ങളിലും നിങ്ങളുടെ തല താഴേക്കും മുകളിലേക്കും ചലിപ്പിക്കുന്നതിന്റെ അർത്ഥം അതെ എന്നും നിങ്ങളുടെ തല ഇരുവശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നത് ഇല്ല എന്ന അർത്ഥമാണ് തരുന്നത് എങ്കിൽ ശ്രീലങ്കയിൽ ഇത് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നു. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ മറ്റേതൊരു രാജ്യത്തെക്കാളും SEX എന്ന അക്ഷരം ഗൂഗിളിൽ തിരയുന്ന രാജ്യമാണ് ശ്രീലങ്ക. 2004-ൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുണ്ടായ ഒരു സുനാമിയിൽ 30,000-ലധികം ശ്രീലങ്കക്കാർ കൊല്ലപ്പെടുകയും 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തു. ശ്രീലങ്കയിലെ സൈനിക സേനയിൽ അംഗമാകാൻ ഒരാൾക്ക് 18-നും 22-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. നിർബന്ധിത നടപടികളൊന്നുമില്ല. എന്നാൽ 12 വർഷത്തെ സേവന ബാധ്യതയുണ്ടായിരിക്കും. മാണിക്യങ്ങൾ, നീലക്കല്ലുകൾ, മറ്റ് വിലയേറിയ രത്നങ്ങൾ എന്നിവ ശ്രീലങ്കയിൽ ഖനനം ചെയ്യുന്നു. ശ്രീലങ്കയുടെ ജം ക്യാപിറ്റൽ എന്നാണ് രത്നപുര പട്ടണം അറിയപ്പെടുന്നത്. ശ്രീലങ്ക എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.